ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായി പോകുന്നത് സുവോളജിയിലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈലം, ന്യൂറോൺസ്, നെഫ്രോൺസ്, മെഡുല്ല. ന്യൂറോൺസ് എന്തായാലും വരില്ല അല്ലെ. ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ നെർവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹൈലം എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ഈ കണക്ഷൻ ആണ് അല്ലെ. ഈ ഒരു പോർഷൻ ആണ് എന്ത് പറയാ? കിഡ്നിയുടെ ഈ ഒരു പോർഷൻ ആണ് ഹൈലം എന്ന് പറയുന്നത്. നെഫ്രോൺസ് എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. ഇത് രണ്ട് പോർഷൻ ഉണ്ട്, കോർട്ടെക്സും മെഡുല്ലയും അല്ലെ. കോർട്ടെക്സിലും മെഡുല്ലയിലും ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു സ്ട്രക്ചർ ആണ്, അരിപ്പയാണ് എന്തെന്ന് പറയുന്നത്? നെഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെഫ്രോൺ ആണ് നമ്മുടെ കിഡ്നിയുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ യൂണിറ്റ്. ആകെ ആ ഒരു ഫങ്ഷൻ യൂണിറ്റ് തന്നെയുള്ളൂ. ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ നമ്മുടെ കിഡ്നിയിലുണ്ട്. നമുക്ക് രണ്ട് കിഡ്നി ആയിട്ട് ഒത്തിരി നെഫ്രോൺസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഇമ്പ്യൂരിറ്റീസ്, ബോഡിയിലൊക്കെ ഉള്ള ബ്ലഡ് ഫ്ലൂയിഡ്സിലൊക്കെ കാണുന്ന ഇമ്പ്യൂരിറ്റീസിനെ പ്യൂരിഫൈ ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന കിഡ്നീസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാ? ഓപ്ഷൻ സി, നെഫ്രോൺസ് ആണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആ നോച്ചാണ് എന്ത്? ഹൈലസ് എന്ന് പറയുന്നത്. പിരമിഡ് എന്ന് പറയുന്നത് എന്താ? ഈ മെഡുല്ലൈനകത്ത് അല്ലെ, ഈ മെഡുല്ലൈനകത്ത് ഇങ്ങനെ കുറെ ഇൻവേർട്ടഡ് പിരമിഡ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? പിരമിഡ് എന്ന് പറയുന്നത്. ആ പിരമിഡിലാണ് നമ്മളുടെ നെഫ്രോണിന്റെ ഒരു ചെറിയ പോർഷൻ ഒക്കെ കാണുന്നത് ഈ ഒരു പിരമിഡ് എന്നുള്ള സ്ട്രക്ചറിലാണ്. അപ്പൊ ഇവിടെ ആ കാണുന്ന നോച്ച് എന്താ? അത് ഹൈലസ് ആണ്. ഇതാണ് നമ്മൾ സ്ട്രക്ചറിൽ ഹൈലം എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസും നെർവ്സ് ഒക്കെ കടന്നു പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ കൂടിയാണ്. അതിന് പറയുന്ന പേരാണ് ഹൈലം. ഹൈലം തന്നെയാണ് ഹൈലസ്, രണ്ടും ഒന്നാണ് കേട്ടോ. ഹൈലം അല്ലെങ്കിൽ ഹൈലസ് എന്നതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾക്ക് കിഡ്നിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അതിന്റെ എന്തൊക്കെയാണ് പോർഷൻസ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് കിഡ്നി ഉണ്ട്, പെയർ ഓഫ് കിഡ്നിയാണുള്ളത്. ഈ കിഡ്നിയിലെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുകളിൽ ഒരു ട്രയാങ്കിൾ പിരമിഡിന്റെ ഷേപ്പിൽ കാണുന്ന അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന അഡ്രീനൽ ഗ്ലാൻഡ് വഴിയാണ് ചില ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് വെസൽസ് എല്ലാം പോകുന്നത് ഈ പറഞ്ഞ ഹൈലം എന്ന് പറയുന്ന ഓപ്പണിംഗിൽ കൂടെയാണ്. ഇത് റൈറ്റ് കിഡ്നിയും ഇത് ലെഫ്റ്റ് കിഡ്നിയാണ്. അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറിലാണ് നമ്മൾ മെഡുല്ല കോർട്ടെക്സ് എന്ന രണ്ട് പോർഷനെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഈ സ്ട്രക്ചറാണ് എന്ത്? മെഡുല്ലറി റീജിയനിൽ കിടക്കുന്ന സ്ട്രക്ചർ. അപ്പൊ ഇതിന് നമ്മൾ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് റീനൽ ക്യാപ്സൂളിനകത്താണ് നമ്മുടെ മെയിൻ ഈ കിഡ്നി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ പെൽവിസ് ഓഫ് കിഡ്നി എന്ന് പറയും. അവിടെ നിന്നാണ് യൂറിൻ കളക്ട് ചെയ്തിട്ട് യുറേറ്ററിൽ കൂടെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുന്നത്. ഈ തൊട്ടടുത്ത് കാണുന്ന ബ്ലഡ് വെസലിൽ കൂടെയാണ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ബ്ലഡുകളൊക്കെ കൂടെ വരുന്നത്. അപ്പൊ അതാണ് ഇൻഫീരിയർ വീന കാവ. ഇൻഫീരിയർ പറയുമ്പോൾ താഴെ നിന്നുള്ള ഭാഗത്തു നിന്നുള്ള ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഇൻഫീരിയർ വീന കാവ ആയിരിക്കും. അയോട്ട, ഡിസെൻഡിങ് അയോട്ട അല്ലെ. അയോട്ടിന്റെ ഒരു പോർഷൻ താഴേക്ക് വരുന്നതാണ് ഡിസെൻഡിങ് അയോട്ട. അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി കിഡ്നിയിലേക്ക് എത്തും. ഈ മെഡുല്ലയിലാണ് നമ്മൾ നെഫ്രോൺസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ നെഫ്രോൺസിന്റെ ഒരു പോർഷൻ വന്ന് കളക്ടിങ് ഡക്റ്റിലേക്ക്, അതായത് ഇവിടുന്ന് എന്താ പറയാ പ്യൂരിഫിക്കേഷൻ ഒക്കെ വരുന്ന, അതായത് അരിച്ചതിന് ശേഷം വരുന്ന ആ ഒരു പോർഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു കളക്ടിങ് ഡക്റ്റിൽ കൂടെയാണ്. ഈ കളക്ടിങ് ഡക്റ്റുകളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അപ്പൊ ഈ കളക്ടിങ് ഡക്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ നിന്ന് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഈ ഒരു പോർഷനിലേക്ക് അത് എത്തിക്കുകയാണ് ചെയ്യുക. അവിടെ നിന്നാണ് പിന്നീട് യുറേറ്ററിലേക്ക് വരുന്നത്. അപ്പൊ കളക്ടിങ് ഡക്റ്റ് ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി പറയുകയാണെങ്കിൽ അത് മെഡുല്ലറി ആ ഒരു പോർഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും പോർഷൻസ് മെഡുല്ലയിൽ കിടക്കും, ബാക്കി ഇത്രയും പോർഷൻസ് കോർട്ടെക്സിൽ കിടക്കും. അപ്പൊ ഇങ്ങനെയാണ് ആ നെഫ്രോണിന്റെ സ്ട്രക്ചറും അത് ഏതൊക്കെ ഭാഗമാണ് കിടക്കുന്നത്. ഇതിന് നമ്മൾ ഹെൻലീസ് ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്നൊക്കെ പറയും അല്ലേ. അത് നമ്മൾ കാണാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഈസ് അണ്ടർഗോയിങ് പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ്. കുറെ നേരം ഭക്ഷണം കഴിക്കാതിരിക്കണം. അപ്പൊ ഹിസ് യൂറിൻ വിൽ ബി ഫൗണ്ട് ടു കണ്ടെയ്ൻ അബ്നോർമൽ ക്വാണ്ടിറ്റീസ് ഓഫ്. അങ്ങനെ കുറെ നേരം ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുടെ യൂറിനിൽ അബ്നോർമൽ ക്വാണ്ടിറ്റീസ് ഓഫ് എന്താണ് കാണുക? ഫാറ്റ്സ് കാണുന്നതാണോ, അമിനോ ആസിഡ് കാണുന്നതാണോ, ഗ്ലൂക്കോസ് കാണുന്നതാണോ, കീറ്റോൺസ് കാണുന്നതാണോ? ഫാസ്റ്റിംഗ് ഇരിക്കുക പറഞ്ഞാൽ ഉള്ളിലേക്ക് ഒന്നും ചെയ്യുന്നില്ല അല്ലെ. ഇപ്പൊ വെള്ളം പോലും കുടിക്കാണ്ടാവുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ ഈ യൂറിനിലുള്ള ആ വെള്ളം തന്നെ ബോഡി അബ്സോർബ് ചെയ്ത് അവസാനം അതിൽ കൂടുതലും വെള്ളത്തിന്റെ അംശം പോയിട്ട് അവിടെ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? വെള്ളത്തിന്റെ അളവ് അത്രയും കുറയുകയും ചെയ്യും. അവിടെ പിന്നെ ഇലക്ട്രോലൈറ്റ്സും മറ്റുള്ളതൊക്കെ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്നോർമൽ ക്വാണ്ടിറ്റീസ് ഓഫ് എന്താ ഉണ്ടാവാൻ അവിടെ ചാൻസ് ഉള്ളത്? അത് കീറ്റോൺസ് ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ടെറസ്ട്രിയൽ ആനിമൽ മസ്റ്റ് ബി ഏബിൾ ടു. ഒരു ടെറസ്ട്രിയൽ ആനിമലിന് എന്താ സാധിക്കണം? എക്സ്ക്രീറ്റ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ യൂറിൻ. യൂറിനിൽ ധാരാളം വെള്ളം എക്സ്ക്രീറ്റ് ചെയ്യണം. കൺസേർവ് വാട്ടർ. ആക്റ്റീവ്ലി പമ്പ് സാൾട്ട്സ് ഔട്ട് ത്രൂ ദ സ്കിൻ. ഒരുപാട് സാൾട്ടുകൾ ആക്റ്റീവായിട്ട് സ്കിന്നിൽ കൂടെ കളയണം.
എക്സ്ക്രീറ്റ് ലാർജ് എമൗണ്ട് ഓഫ് സോൾട്സ് ഇൻ യൂറിൻ. യൂറിനിൽ കൂടെ ഒരുപാട് എമൗണ്ട് ഓഫ് സോൾട്ട് കളയണം. ഇതിൽ ഏതാണ് ടെറസ്ട്രിയൽ ആനിമലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ടെറസ്ട്രിയൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ എപ്പോഴും എക്സസ് ഓഫ് വാട്ടർ അവർക്ക് കിട്ടാനായി ചാൻസ് ഇല്ല. അല്ല, അക്വാറ്റിക് ആനിമൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ടെറസ്ട്രിയൽ ആനിമലിൽ വെള്ളം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വെള്ളം ഒരുപാട് കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത്? വെള്ളത്തിനെ കൺസേർവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി, കൺസേർവ് വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ 2 kidneys lie in man. അല്ലേ, മനുഷ്യനിൽ 2 കിഡ്നീസ് ഉണ്ട്, പക്ഷെ രണ്ടും ഒരേ ലെവലിലായിരിക്കില്ല ഉണ്ടാവുക. അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? at the level of ovaries, ovariesന്റെ ലെവലാണോ? at the same level ആണോ? ലെഫ്റ്റ് കിഡ്നി at the higher level than the right one. ലെഫ്റ്റ് കിഡ്നി റൈറ്റ് കിഡ്നിയേക്കാളും കുറച്ച് മുകളിലാണ്. അതോ റൈറ്റ് കിഡ്നി ലെഫ്റ്റ് കിഡ്നിയേക്കാളും കുറച്ച് മുകളിലാണ്? ഇതിൽ ഏതാ വരിക? നമ്മളിപ്പോൾ ഫിഗറിൽ കണ്ടില്ലേ അല്ലേ, ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ടാണല്ലോ കണ്ടത്. അപ്പോൾ അതിൽ ലെഫ്റ്റ് കിഡ്നിയാണ് കുറച്ച് ഹയറിൽ കിടക്കുന്നത് അല്ലേ, ഈ ഭാഗത്തുണ്ടായിരുന്ന കിഡ്നിയാണ് കുറച്ച് ഹയറിൽ കിടക്കുന്നത് ദാൻ ദ റൈറ്റ് വൺ. അപ്പോൾ ഇവിടെ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലെഫ്റ്റ് കിഡ്നി അറ്റ് എ ഹയർ ലെവൽ ദാൻ ദ റൈറ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിൽട്രേറ്റ് ഫ്രം ഗ്ലോമറുലസ് കണ്ടെയ്ൻ. നമുക്കറിയാം ഗ്ലോമറുലസ് എന്നാണ് ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. ഗ്ലോമറുലസ് പറയുന്നത് എന്താ? ബോമൻസ് ക്യാപ്സൂളിനകത്തുള്ള ആ ഒരു നിറയെ കാപ്പിലറീസ് നമ്മൾ കാണുന്നുണ്ട്. ആ കാപ്പിലറീസ് ആണ് ഗ്ലോമറുലസ്. അപ്പോൾ അവിടേക്കാണ് ആദ്യം പ്യൂരിഫിക്കേഷന് വേണ്ടി വരുന്നത് അല്ലേ. ഇപ്പോൾ വരുന്ന ബ്ലഡ്സിനെ ആ ഹൈ പ്രഷറിൽ ഈ പറയുന്ന ഗ്ലോമറുലസ് എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഗ്ലോമറുലസിൽ, അപ്പോൾ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എന്ന് പറയില്ലേ, അതിനെ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഗ്ലോമറുലസ് ഫിൽട്രേറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്? യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആണോ? യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, അമോണിയ, വാട്ടർ, ഇത്രയും ഈ 4 കാണാം. അതോ യൂറിയ, യൂറിക് ആസിഡ്, ഗ്ലൂക്കോസ് ആൻഡ് വാട്ടർ, ഈ 4 കാണാം. ഗ്ലോമറുലസ് ഫിൽട്രേറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് യൂറിയ, യൂറിക് ആസിഡ്, ഗ്ലൂക്കോസ്, വാട്ടർ, ഈ 4 കോമ്പണൻസ് ആണ് അതിലുണ്ടാവുക. യൂറിയ, യൂറിക് ആസിഡ്, ഗ്ലൂക്കോസ് ആൻഡ് വാട്ടർ, അമോണിയ അല്ല. ചിലപ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ അമോണിയ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. കാരണം നമ്മൾ എക്സ്ക്രീഷൻ പഠിക്കുന്ന സമയത്ത് അമോണോടെലിസം ഒക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൂക്കോസ് ആണ്, അമോണിയ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഓഫ് മാമൽസ്. മാമൽസിലൊക്കെ വരുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഏതാണ്? സോൾസ്, ഗ്ലൂക്കോസ്, യൂറിയ, അമോണിയ. ഇതിൽ ഏതാണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഓഫ് മാമൽസ് എന്ന് പറയുന്നത്? അത് ഓപ്ഷൻ സി, യൂറിയ ആണ് മാമൽസിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിൽ കൂടുതൽ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, the net pressure gradient that causes the fluid to filter out of the glomeruli into the capsule. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗ്ലോമറുലസിൽ നിന്നും ഈ ബൗമൻസ് ക്യാപ്സ്യൂളിലേക്ക് ഒരു ഫിൽട്രേറ്റ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഫിൽട്രേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു ബ്ലഡ് വെസലാണ് ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാപ്പിലറി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ വലിയൊരു സ്ഥലത്ത് നിന്ന് ചെറിയ സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്രഷർ കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നെറ്റ് പ്രഷർ ഗ്രേഡിയന്റ് ദാറ്റ് കോസസ് ദ ഫ്ലൂയിഡ് ടു ഫിൽറ്റർ. അപ്പോൾ ഈ പറയുന്ന ഫിൽറ്റർ നടക്കാൻ വേണ്ടിയിട്ട് ആ നെറ്റ് പ്രഷർ ഗ്രേഡിയന്റ് എത്രയാണ് വേണ്ടത്? അതായത് ക്യാപ്സ്യൂളിലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലോമറുലസിൽ നിന്നും ക്യാപ്സ്യൂളിലേക്ക് അത് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ആ ഒരു ഫിൽട്രേറ്റ് അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര പ്രഷറാണ് വേണ്ടതെന്നാണ് ചോദ്യം. 50 mmHg ആണോ, 75 mmHg ആണോ, 20 mmHg ആണോ, 30 mmHg ആണോ? ഓപ്ഷൻ സി, 20 mmHg ആണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ഗ്രേഡിയന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മാൽപീജിയൻ കോർപ്പസൽസ് ആർ പ്രസന്റ് ഇൻ. മാൽപീജിയൻ കോർപ്പസൽസ് എവിടെയാണ് കാണുന്നത്? നമ്മളിപ്പോൾ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മാൽപീജിയൻ കോർപ്പസൽസ് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ പറയുന്ന ബോമൻസ് ക്യാപ്സ്യൂളും നമ്മുടെ ഗ്ലോമറുലസും ചേർന്നിട്ടുള്ളതാണല്ലോ. അതെവിടെ കിടക്കുന്നത്? കോർട്ടെക്സ് ആണോ, മെഡുല്ലി ആണോ, ജെർമിനൽ സെൽസ് ആണോ, നണ്ണാണോ? അത് കോർട്ടെക്സിലാണ് കിടക്കുന്നത്. ഹെൻലീസ് ലൂപ്പ് മാത്രമാണ് എവിടെ കിടക്കുന്നത്? മെഡുല്ലയിൽ കിടക്കുന്നത് അല്ലേ. മാൽപീജിയൻ കോർപ്പസൽസ് കോർട്ടെക്സിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ടും അടുത്ത് വരുന്ന PCTയും ഏറ്റവും ലാസ്റ്റ് വരുന്ന DCT, കളക്ടിംഗ് ഡക്റ്റായിട്ട് ചേരുന്ന DCT ഒക്കെ കിടക്കുന്നത് എവിടെയാണ്? അതെല്ലാം കോർട്ടെക്സിലാണ് കിടക്കുന്നത്. ഹെൻലീസ് ലൂപ്പ് മാത്രമാണ് മെഡുല്ലയിൽ കിടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കിഡ്നി ഈസ്. കിഡ്നി എന്താ? എക്ടോഡെർമൽ, മീസോഡെർമൽ, എൻഡോഡെർമൽ, നൺ. നമ്മൾ എക്ടോഡെർമൽ, എൻഡോഡെർമൽ, മീസോഡെർമൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 3 ടേംസ് ഉണ്ട്, എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. അപ്പോൾ ഈ 3 എവിടെന്നാ കിഡ്നി? അത് മീസോഡെർമൽ ആണ്. ഓപ്ഷൻ ബി, മീസോഡെർമൽ ആണ്. അടുത്തത്, നെഫ്രോൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നെഫ്രോൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മാൽപീജിയൻ ബോഡി, കോയിൽഡ് ട്യൂബുൾ, ബോത്ത്, നൺ. എന്താ നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, നെഫ്രോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന മാൽപീജിയൻ ബോഡി ഉണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു കോയിൽഡ് സ്ട്രക്ചറും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ചേർന്നതാണ് നമ്മുടെ നെഫ്രോൺ. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ, ബോത്ത് ഓഫ് ദ എബോവ്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സ്വെറ്റ്, ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ടാണ് സ്വെറ്റ് ഉണ്ടാകുന്നത്. സലൈവ, സെൻസ് ഓഫ് ഫുഡ് ടേസ്റ്റിന് വേണ്ടിയിട്ട് സലൈവ. സെബം, സെക്ഷൽ അട്രാക്ഷന് വേണ്ടിയിട്ടാണ്. ഹ്യൂമറസ്, ഹൈൻഡ് ലെഗ് ആണ്. അപ്പൊ ഏതാ വരിക? കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? സ്വെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോഡിയിൽ നല്ല ഉഷ്ണം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾക്ക് വേർക്കും അല്ലേ? വേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുന്ന സമയത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ബോഡി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന സ്വെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ സ്വെറ്റ് ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പ് തോന്നില്ല. അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്ക് സാധിക്കും? റെഗുലേറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? നമ്മുടെ സ്കിന്നിന് സാധിക്കും. അപ്പോൾ ആ സ്കിന്നിനെ സഹായിക്കുന്ന ഈ പറയുന്ന സ്വെറ്റ് ഗ്ലാൻസ് ആണ്. ആ സ്വെറ്റ് ഗ്ലാൻസ് ആണ് സ്വെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വെറ്റ് എന്തിനാ യൂസ് ചെയ്യുക? ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വെറുതെ അല്ല ശരീരത്തിൽ നിന്ന് വെള്ളം, അയ്യോ എൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം പോകണമെങ്കിൽ ഞാൻ ആകെ ഉഷ്ണിച്ചിട്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. വലിയ ആൾക്കാർക്ക് തോന്നാറില്ല, ചെറിയ കുട്ടികൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ എന്താണ്? ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ബോഡി തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് സ്വെറ്റ് ഉണ്ടാക്കുക. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുൾസ് ആർ പാർട്സ് ഓഫ്. അതാണ് PCT DCT എന്ന് പറയുന്നത് അല്ലേ? അത് എവിടെയാണ് കാണുന്നത്? അത് ഏതിന്റെ പാർട്ടാണ്? സെമിനിഫറസ് ട്യൂബുൾസ്, നെഫ്രോൺ, ഓവിഡക്റ്റ്, വാസ് ഡിഫറൻസ്. ഏതാ? അത് നെഫ്രോണിന്റെ ഒരു പാർട്ടാണ് അല്ലേ? ഈ പറയുന്ന PCT DCT നെഫ്രോണിന്റെ പാർട്ടാണ്. അത് കോർട്ടെക്സിലാണ് കാണുന്നത്. ഓപ്ഷൻ ബി, നെഫ്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കോർട്ടെക്സ് ഏരിയ ഓഫ് കിഡ്നി ഓൾ സ്ട്രക്ചേഴ്സ് ആർ ഫൗണ്ട് എക്സെപ്റ്റ്. കോർട്ടെക്സ് ഏരിയയിൽ ഇതിലെ എല്ലാ സ്ട്രക്ചറും കാണുന്നുണ്ട്, ഏതോ ഒന്ന് മാത്രം കാണുന്നില്ല. ഏതാ? ബോമൻസ് ക്യാപ്സുൽ കാണുന്നുണ്ടോ? ഉണ്ട്. DCT കാണുന്നുണ്ടോ? ഉണ്ട്. മെജോറിറ്റി ഓഫ് കളക്ടിംഗ് ഡക്ട് കാണുന്നുണ്ടോ? ഇല്ല. മാൽപീജിയൻ ബോഡി കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നുള്ള പോർഷനിൽ നിന്ന് ആകെ നമുക്ക് എത്ര മാർക്കും ചോദിക്കുന്ന അറിയില്ല. ചോദിക്കുകയാണെങ്കിൽ മാക്സിമം പോയി 1 മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം 6 സെക്ഷൻ ചേർന്നിട്ടാണ് 3 മാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾക്കിപ്പോൾ ചോദിച്ചാലും 1 മാർക്കേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പോൾ ഈ 1 മാർക്ക് ചോദിക്കാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് വിടാനും പറ്റില്ല. കാരണം ഈ പോർഷന് ചോദിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ പോർഷൻ എന്തായാലും പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് നെഫ്രോണിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും കമ്പൽസറി ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അതേപോലെ അതിന്റെ ഡിസീസസ് അതുകൂടെ ഒന്ന് നോക്കി വെക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം ബന്ധപ്പെട്ടിട്ട് എല്ലാം സ്റ്റേറ്റ്മെന്റിനെ തന്നിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.